ഈ മൂന്നെണ്ണത്തിന് സ്കൂളിൽ പറഞ്ഞു വിടുന്നത് ഭയങ്കര ടാസ്ക് പിടിച്ച പരിപാടിയാണ് കേട്ടോ. ഒരാളെ എണീപ്പിക്കുമ്പോഴേക്കും അടുത്ത ആളെ ടിവിയുടെ മുന്നിൽ വന്നിരിക്കുന്നുണ്ടാവും. ഇച്ച കണ്ണ് തുറക്കുന്ന കൊച്ചു ടീം ഒരു കപ്പ് ചായ ആയിട്ടായിരിക്കും. ഫിറോസും ബസ്സിലൊക്കെ രാവിലെ മദ്രസക്ക് കൊണ്ട് 6:30ക്കാണ് മദ്രസ. അപ്പോൾ നേരത്തെ ഉന്തിത്തള്ളി വിടും. ചിലപ്പോൾ രണ്ടാമത്തെ ബെല്ലൊക്കെ അടിക്കുമ്പോഴേക്കും എണീറ്റ് പോകുന്നുണ്ടാവും. ഇച്ചുവിന് വൈകുന്നേരം കേട്ടോ. ഇച്ചപ്പോൾ അവന്മാർ വരുന്നവരെ ടിവിയുടെ മുന്നിലായിരിക്കും. അപ്പോൾ ടാറ്റില്ലാന്നാണ് മൂന്നാളും താഴോട്ട് പോയിട്ടുണ്ട്. താഴെ ഓട്ടോ വിളിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയുള്ള ടാസ്ക് ആ മുതലിനെ കെടുത്തി ഉറക്കാന്നുള്ളത്. അങ്ങനെ പാത്തുവിനെയും കെടുത്തി ഉറക്കിയിട്ട് ഞാൻ വല്ലതും തിന്നായിരിക്കും. നമ്മൾ വീട് സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം. ഞങ്ങളുടെ കാപ്പി പരിപാടിയില്ല, രാവിലെ ചോറായിരിക്കും. മക്കൾക്ക് നിർബന്ധമൊന്നുമില്ല കേട്ടോ കാപ്പിക്ക് വേണമെന്ന്. ചെറുപ്പം തൊട്ടേ ചോറ് തിന്ന് ശീലിച്ചുകൊണ്ട് അവന്മാർക്കും ചോറ് മതി. ഇഷ്ടപ്പെട്ട കറി എന്തെങ്കിലും മതി കേട്ടോ. അപ്പോൾ ഈ പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമുക്ക് അടുക്കളയിൽ ബാക്കി പരിപാടിയൊക്കെ നോക്കാനായിട്ട്. വേറെ ഒന്നുമില്ല, ഉച്ചക്കത്തേനുള്ളത്. അപ്പോൾ ഞാൻ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം കിഴങ്ങ് മെഴുക്കുവരട്ടി വെക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ അതിൻ്റെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഈ കൊത്തളങ്ങ ഈച്ച ഉണ്ടല്ലോ, ആ സംഭവം കേട്ടോ. അതെന്താ നിങ്ങളോട് പറയാമെന്നറിയില്ല, കണ്ണീച്ചാന്ന് അറിയാം. ഞങ്ങൾ എന്നിട്ട് കൊത്തളങ്ങ എന്നൊക്കെയാണ്, അങ്ങനെ ഏതാണ്ട് പേരാണ് ആ സംഭവം തന്നെ. അപ്പോൾ അതിൻ്റെ ശല്യം കാരണം ഒരു സ്പൂണ് പോലും വെക്കാൻ പറ്റില്ല കേട്ടോ, ഭയങ്കര ശല്യമാണ്. അപ്പോൾ അത് ഞാൻ അടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സവോള എല്ലാം അരിഞ്ഞ് മിക്സ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇത് ഞാൻ ഞാനൊരു വീഡിയോ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ മെയിനായിട്ട് അങ്ങനെ കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ വെക്കുന്ന കൂട്ടുള്ള പയറ് പുളിച്ചാറ് എങ്ങനെയാണ്, അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ അതും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അറിയാത്തവരുണ്ടെങ്കിൽ വെച്ച് നോക്കുക, അറിയുന്നവരുണ്ടെങ്കിൽ ചുമ്മാ കൊണ്ടുവന്നേ, വേറെ പണിയൊന്നും ഇല്ലല്ലോ. ഞാൻ അടുക്കളയിലുള്ള പണികളൊക്കെ ഏകദേശം ഒതുക്കി കഴിഞ്ഞിട്ട് അകത്തുള്ളതൊക്കെ ചെയ്യാൻ നിൽക്കാറുള്ളേ. അപ്പോൾ അതേ കിഴങ്ങ് ഞാനിവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കുന്നുണ്ട് അതിനെ. ആ വെളുത്തുള്ളി നമ്മളന്ന് വീഡിയോക്കകത്ത് കാണിച്ചായിരുന്നല്ലോ, സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ആ വെളുത്തുള്ളിയാണ് കേട്ടോ. അത് അച്ചാറൊക്കെ ഇട്ട് വെച്ചതിൻ്റെ ബാലൻസ് ആണ് കേട്ടോ. അത്യാവശ്യം അച്ചാറൊക്കെ ഇടാനുണ്ടായിരുന്നു, ബാക്കിയുള്ള ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ കുക്കർ ചൂടായി, എണ്ണയും ചൂടായി, കടുകിട്ട് പിന്നെ നമ്മൾ വെളുത്തുള്ളിയും കുഞ്ഞ് സവോള ഉണ്ടായിരുന്നു. അപ്പോൾ ഉള്ളി ഞാൻ അരിയാൻ മടിയായിട്ട് കുഞ്ഞ് സവോള അതാണ് ഇട്ടത്. പിന്നെ 1/4 കിലോ പയറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് അത്യാവശ്യം കളർ മാറുന്ന രീതിയിൽ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, ഇത്ര കേട്ടോ പൊടികൾ ഇടാനുള്ളൂ. അത് കഴിഞ്ഞിട്ട് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ഇളക്കിക്കൊണ്ടിരിക്കുക. തീ കുറച്ചിട്ടിട്ടാണ് ഇളക്കാനായിട്ടോ. പിന്നെ ഉള്ളത് തക്കാളിയും പിന്നെ കുടംപുളിക്ക് കുടംപുളിനേക്കാളും കൂടുതൽ ഇഷ്ടം വാളംപുളി. വാളംപുളി എൻ്റെ അടുത്ത് തീർന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ കുടംപുളി വെച്ചിട്ടാക്കാച്ചു. പിന്നെ ആവശ്യത്തിന് ഉപ്പിടുക, 3/4 ഭാഗം വെള്ളം ഒഴിക്കുക. അതെല്ലാം കഴിഞ്ഞ് 8 വിസിൽ അടുപ്പിക്കട്ടെ. 8 വിസിൽ കഴിഞ്ഞ് ചൂടൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് തുറന്ന് നോക്കുന്നത്. നമ്മളെ കറി ഇതേ ഒഴിച്ച വെള്ളത്തിനേക്കാളും കുറേ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ വെന്തും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ചോറുണ്ടാനിരിക്കുക. ഇക്ക വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്കാക്ക് ചോറെടുത്ത് കൊടുത്തിട്ടാണ് ഞാനും കഴിക്കാതിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഇക്കാക്കുള്ള കഴിക്കാനും കൊടുത്ത് ഞാനും കഴിക്കാനിരുന്നു കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ഇക്ക കോൺ ഐസ്ക്രീം കൊടുത്തിട്ടുണ്ടായി. ഞാൻ കുറേ ദിവസമായി പറയാൻ കേട്ടോ, എനിക്ക് ഈ ചുമ കാരണം മേടിച്ചുകൊണ്ട് തരാനിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ചോറുണ്ട് കഴിഞ്ഞ് അതും കഴിച്ചേ. അപ്പോൾ അതേ കോൺ ഐസ്ക്രീം കണ്ടിട്ട് ഒരുത്തി ഇവിടെ നിന്ന് ഭയങ്കര ബഹളാട്ടോ. അപ്പോൾ ഐസ്ക്രീം അല്ല ഞാൻ എടുത്തിട്ട് ആ കോണ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴൊക്കെ അല്ലേ ഇങ്ങനെയൊക്കെ പറ്റിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. പുതിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.